ADGSM ഫ്രണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ശരി ഒരു വീഡിയോ ചെയ്യാം എന്നിങ്ങനെ തീരുമാനിച്ചു. കുറേ നാളായില്ല നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായി. ചെറിയ ഷോർട്ട് വീഡിയോ അല്ലേ ഇടാറ്. അപ്പോൾ ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ലോങ് ഒന്നും അല്ല, ചെറിയൊരു ആശംസകൾ. ഓക്കെ, ഇതാണ്ടാ ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി. ചേച്ചി പോയിട്ടില്ല, പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ചേച്ചി പോയിട്ടില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് എന്ത് കറി വെക്കും എന്നിങ്ങനെ ആലോചിച്ചു. ഒരു ചെറിയൊരു കുക്കിംഗ് മോഡൽ വീഡിയോ ആണ്, കുക്കിംഗ് ആണ്. അപ്പം ഇങ്ങനെ എന്ത് വെക്കും എന്നും ഞങ്ങൾ എന്താ നമ്മുടെ ക്യാബേജ് ഉപ്പേരി, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ കോവയ്ക്ക് ഉപ്പേരി, പയറുപ്പേരി, അതാണ്. അത് കഴിച്ചേച്ച് മടുത്തു എല്ലാവർക്കും. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ വിചാരിച്ചത്, കണ്ടപ്പോൾ വാഴ നിൽക്കല്ലേ, ചുറ്റും വാഴയാണ്. അപ്പോൾ വാഴയിൽ നിന്ന് നമ്മൾ വെച്ച് കഴിക്കേച്ചി ഇതാ വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ പാലക്കാട് ജില്ലയിൽ വാഴക്കൂമ്പ് എന്നാണ് പറയുന്നത്. എൻ്റെയൊക്കെ ആ ഭാഗത്ത്, അതായത് എറണാകുളം, അങ്കമാലി ആ ഭാഗത്തൊക്കെ കൊടപ്പൻ എന്നാണ് പറയുന്നത്. ചേച്ചിയുടെ ഭാഗത്തെന്നാ പറയുന്നത്? വാഴപ്പൂവ് മീൻസ് ഇവിടെ വാഴ. അതെ തന്നെ. അപ്പം എൻ്റെ അവിടെ അങ്കമാലി കാലടി ഏരിയ ഭാഗത്തൊക്കെ പറയുന്നത് കൊടപ്പൻ എന്നാണ്. നിങ്ങളുടെ അവിടെ ഇപ്പോൾ പല ജില്ലകളിലുണ്ടല്ലോ, അപ്പം നമ്മുടെ മറ്റുള്ള ജില്ലകളിലൊക്കെ എന്താ പറയണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അയയ്ക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസുകളും ഷോർട്ട് വീഡിയോസുകളും എല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാട്ടാം. ചേച്ചി അതിൻ്റെ തൊണ്ട് ആദ്യം കളയാണ് കേട്ടോ. അതിൻ്റെ ആ പുറത്തായി ഇത് കളഞ്ഞ് എടുക്കണം. ഇതുണ്ട്, ഇതിൽ തേനുണ്ടാവും ചിലപ്പോൾ, പക്ഷെ ഇതിലുണ്ടാവില്ല കേട്ടോ. ഇത് പിഞ്ചല്ല, ഇതിലുണ്ടാവില്ല. ചിലതിലുണ്ടാവും തേന്. അത് കുടിക്കാനൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തല്ലേ എന്തോരം കുടിച്ചേക്കണം. നിങ്ങളവിടെ കുടിക്കാറുണ്ടോ ചേച്ചി? അത് തന്നെ. ഇതിപ്പോൾ തീരെ ചെറുതാണല്ലേ. ചിലതൊക്കെ നല്ല വലുതുണ്ടാവില്ലേ, നല്ല വലിപ്പമുള്ളതുണ്ടാവും. അത് തന്നെ, കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ചേർക്കില്ലേ, എന്തുട്ടാ അല്ല ചേച്ചി? അയ്യോ, നമ്മുടെ പരിപ്പ് പോലെ ഇരിക്കണം മറ്റേ സാധനം. ഓക്കെ കൊള്ളു അല്ല, വേറെ ഇതും കൂടി മറ്റേ പയറിട്ടിട്ട് ഇടുമല്ലോ, വെള്ളപ്പയറിട്ട് വെക്കും. ഞങ്ങളുടെയൊക്കെ ആ ഭാഗത്ത് വെള്ളപ്പയറിട്ടിട്ട് ഇത് കൂടുതലും വെക്കുന്നത്. അപ്പോൾ അതാ ചേച്ചി ഇത് നിന്ന് പൊളിക്കാണ്. പൊളിച്ച് വരും. ലാസ്റ്റ് കുളിപ്പിച്ച് കുട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ പൊളിച്ച് വരുമ്പോൾ സാധനം ഉണ്ടാവില്ല. അതന്നെ, കത്തി വെച്ച് അരിയാൻ പോകുന്നു. കൊത്തി അരിയണം. അതാ അപ്പം ചേച്ചി അതിനെ കൊത്തി ഇതാക്കാം. അത് തന്നെ, അതിങ്ങനെ കൊത്തി ഇതാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു നാരുണ്ടാവും. അപ്പം ആ നാര് പോകാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ കയ്യിൽ പറ്റിയിട്ട് അത് കയ്യിലിട്ട് തിരുമണം. അതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇതൊന്ന് കൊത്തി ലാസ്റ്റ് എത്തും. അപ്പം ലാസ്റ്റ് ഇല്ലല്ലോ വെച്ച് ഇത് ഒരാൾക്ക് കൂട്ടാനുണ്ടാവുള്ളൂ, വേറെ എക്സ്ട്രാ ഉപ്പേരി വെക്കേണ്ട വരുമോ? കോവയ്ക്ക് ഇരിക്കണ്ട, അപ്പം നമുക്ക് കോവയ്ക്ക് ഉപ്പേരി വയ്ക്കാം. ഇതാ അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. സബോള 2 എണ്ണം, 3 പച്ചമുളക്. ഇത് എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ 3 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇതാ തേങ്ങ. ഇത്രയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ കുരുകുരുന്നൊക്കെ അരിഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ട് കറിയാണ്. പാവം ചേച്ചി, സങ്കടം. അപ്പോൾ ആരൊക്കെ ഉള്ളി അരിഞ്ഞ് കറിയാറുണ്ട്? ചേച്ചി എപ്പോഴും കറി കേട്ടോ. എനിക്കങ്ങനെ കരച്ചിൽ വരാറില്ല, വല്ലപ്പോഴും യാദൃശ്യം നല്ല വീര്യം കൂടിയതാന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ കരയാറുള്ളൂ, അല്ലാതെ കരയാറില്ല. പാവം ചേച്ചി. ആരും പറയാൻ, ആരും പറയില്ല.
അപ്പോൾ അത് ആ ഉള്ളി അരിഞ്ഞു. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ തേങ്ങ ചിരണ്ടണം. തേങ്ങ ചിരണ്ടണ മത്സരം ഞങ്ങൾ നടത്തിയത് ആ വീഡിയോ ആരൊക്കെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കാണണം കേട്ടോ. നല്ല അടിപൊളി വീഡിയോ ആണ്. ചലഞ്ചാണ് നമ്മൾ നടത്തിയത് അല്ലേ ചേച്ചി? ചലഞ്ച് വീഡിയോ. അപ്പോൾ കുനുകുനാന്തിയെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ വെളുത്തുള്ളി അരിഞ്ഞതേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടോ? സബള കുനുകുനൊന്ന് അരിഞ്ഞത്, വെളുത്തുള്ളി, അതിൻ്റെ പച്ചമുളക്. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. ഞങ്ങൾ ഉള്ളി നന്നാക്കാൻ മടിയായതുകൊണ്ട് ഉള്ളി എടുത്തില്ല, ഞങ്ങൾ സബോള എടുത്തു. സബോളയാണെങ്കിൽ നിറയിടാമല്ലോ. പിന്നെ നമ്മളതേ അത് കുനുകുനാന്ന് അരിഞ്ഞ് കൊത്തി അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യേണ്ട പരിപാടിയാണ് ഇനി കാണിക്കാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ കയ്യിൽ പറ്റിയിട്ട് ഇതിങ്ങനെ തിരുമ്മി അതിനെടുക്കണം. അതിൻ്റെ ഉള്ളിൽ നാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ? കണ്ടോ ഇങ്ങനെ കിടക്കുന്ന നാര് കണ്ടോ? അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് കയ്യിൽ വെളിച്ചെണ്ണ പറ്റി കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അത് ചെയ്യാമല്ലേ. അപ്പോൾ അത് ആ ചേച്ചി കയ്യിൽ വെളിച്ചെണ്ണ തിരുമ്മി കണ്ടോ? രണ്ട് കയ്യിലും വെളിച്ചെണ്ണ തിരുമ്മി. ഞങ്ങളിവിടെ കണ്ടോ തിരുമ്മി കഴിയുമ്പോൾ അതിങ്ങനെ വിട്ട് തന്നെ ഉണ്ടോ? ചെറിയ ചെറിയ നാരുകളുണ്ടാവും കേട്ടോ. പക്ഷെ ആ വലിയ കൂട്ടത്തെ വിട്ട് ഉണ്ടാവില്ല. അത് ശരിയാ. ഇത് പക്ഷെ നല്ലതാട്ടോ. നല്ലൊരു. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ ഇത് സത്യം പറഞ്ഞ ഒരു നല്ലൊരു ഇതാണല്ലേ ചേച്ചി. ഈ മൂത്രത്തി പഴുപ്പിനും അതിനൊക്കെ ആയിട്ടും നല്ലൊരു. അപ്പോൾ ഇത് മൂത്രത്തി പഴുപ്പിനൊക്കെ നല്ല ഒരു മരുന്നാണ് അല്ലേ? ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രത്തി കല്ലൊക്കെ പോകുമെന്നാണ് പറയുന്നത്. നമ്മുടെ വയറ്റിലുള്ള പുണ്ണും കാര്യങ്ങളും ഇതൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ അറിഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തിരുമ്മി എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ? ആകെ ആ ഒരു പൂവ് അരിഞ്ഞിട്ട് കിട്ടലാണിത്. ഇത് നമ്മൾ സബോളയും തേങ്ങയൊക്കെ വെച്ച് ഇതിനെ നമ്മൾ പൊലിപ്പിച്ചെടുക്കും. അപ്പോൾ എല്ലാവർക്കും തികയും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ. അപ്പം അത്രയേ ഉള്ളൂ. ഇത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാ സംഭവം എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കുന്ന വിധം കാണാം. അപ്പോൾ ഫസ്റ്റ് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. എവിടെയാണ് നിൽക്കണ്ടേ? സ്ഥാനം മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നു. കുറച്ച് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇടണം കേട്ടോ. കടുക് ഇട്ടു. അപ്പോൾ നമ്മൾ കടുക് ഇടുന്നു. കടുകിട്ട് കടുക് പൊട്ടാറായി കഴിയുമ്പോൾ ഒരു 3-4 കടലപ്പരിപ്പ്. കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ കടലപ്പരിപ്പ് തട്ടിക്കോളൂ. കടലപ്പരിപ്പ് ഇട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ ഇടേണ്ടതാണ് സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും. അപ്പോൾ അത് ആ കടുക് പൊട്ടിയിട്ട് അതിലോട്ട് സബോള ഇടുന്നു. അതിട്ട് നന്നായി ഒന്ന് ഇളക്കാൻ പോകുന്നു. ശരി ചേച്ചി. അപ്പോൾ 3 ഒപ്പം ഇടാണ്. ശരി, ഒപ്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ക്ഷമ കിട്ടില്ല. നിങ്ങൾ സെപ്പറേറ്റ് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിത് ഒപ്പം ഇട്ടു. എന്നിട്ട് ഇത് നന്നായി നടക്കണം. അപ്പോൾ പെട്ടെന്ന് വതകാൻ വേണ്ടിയിട്ട് ഇത്തിരി കുറച്ചൊരു ഉപ്പ് എടുത്തിടുക. പെട്ടെന്നൊന്ന് വതകി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ഇളക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി വതകിയിട്ടുണ്ട്. നന്നായി വതകി വന്നിട്ടുണ്ട്.
അതിലോട്ട് നമ്മളിനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം. ഒരു 1 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂണൊക്കെ ഇടാം. അപ്പോൾ അതാ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടത് അതിനെ ഇളക്കി ശരിയാക്കിയിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എടുത്ത് വെച്ചേക്കണ ഇതില്ലേ, കൂമ്പരിഞ്ഞത്, അതിനെ അതിലോട്ടിടുക. നമ്മൾ അരിഞ്ഞ് വെച്ച ഇതിന് വെള്ളമുണ്ട്, അതിപ്പോൾ നമ്മളതിട്ടു. കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇടാട്ടോ. ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇടാത്തത്. കരിവേപ്പിൻ്റെ ഇല ഇടാം. കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇത്തിരി കൂടി നന്നായി. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാട്ട വെക്കണത്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് വെക്കണേന്നുള്ളത് പലരുടെ അടുത്തും പല രീതിയിലായിരിക്കുമല്ലേ വെക്കുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ വെക്കുന്നത്. ഇവിടെ പാലക്കാട് ഈ രീതിയിലാണ് വെക്കുന്നത്. ഞങ്ങളുടെ അവിടെ വേറെ രീതിയിലാട്ടോ വെക്കുന്നത്. എറണാകുളത്ത് വേറെ രീതിയിൽ. അപ്പോൾ അതിനെ രണ്ടും കൂടി മിക്സ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ വേവാൻ വയ്ക്കാം. അപ്പോൾ നമ്മളിതാ ഫൈനൽ ഇതിലോട്ട് പോകുന്നു. തേങ്ങ ഇടാൻ പോവാണ്. തേങ്ങ ഇട്ടു. ഇപ്പോൾ തേങ്ങ ഇതായിട്ട് ഇനി ഇളക്കണം. അത് അത്രേ ഉള്ളൂ. കണ്ടോ, നമ്മൾ ആ ചെറിയ കൂമ്പ് വെച്ച് ഇത്രയും ആക്കിയില്ലേ അല്ലേ? തേങ്ങ ഉള്ളിയാണ് കൂടുതൽ. ഇതാ ഉപായത്തിൽ നമുക്ക് കറിവെക്കാൻ ഒന്നുമില്ലെങ്കിൽ 2 വാഴ ഉണ്ടെങ്കിലും മതിയല്ലോ. അത് തന്നെ. എന്തൊക്കെയാണ് വെക്കാല്ലേ വാഴയുടെ ഉള്ളിൽ നിന്ന്? വാഴയുടെ കായുണ്ട്, ഉണ്ണിത്തണ്ട്, കൂമ്പ് വയ്ക്കും, അങ്ങനെ എന്തൊക്കെ വയ്ക്കും. വാഴയുടെ ഇല കൊണ്ട് ഹൽവ വരെ ഉണ്ടാക്കും. അതറിയാൻ പാടില്ലേ? അതുവരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ഫൈനൽ ഇത് റെഡി ആയി കഴിഞ്ഞതാ. വാഴക്കൂമ്പ് ഉപ്പേരി. ഇത്തിരി ടേസ്റ്റ് ചെയ്യാലേ? ഇതിട്ട് അയച്ച് കഴിഞ്ഞു. ചൂടുണ്ടാ? ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല. അച്ചു ടേസ്റ്റ് ചെയ്യും. ഞാനല്ലേ ഉണ്ടാക്കി. കൊള്ളില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെ വെക്കാൻ ചേച്ചിക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല കേട്ടോ. ഇപ്പം അറിയാം, കണ്ടുപിടിക്കാൻ അറിയാം, പക്ഷെ എന്നാലും അതിനൊക്കെ എക്സ്പെർട്ട് ചേച്ചിയാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കണും കൂടി വന്നാൽ അപ്പം ഞങ്ങളുടെ വീഡിയോസ് അന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.